ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് നോൺ റിട്ടേൺ വാൽവ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഷട്ടിൽ വാൽവ്, ആപ്ലിക്കേഷൻ ഓഫ് ഷട്ടിൽ വാൽവ്, റോളർ വാൽവ്, പ്രഷർ കൺട്രോൾ വാൽവ്, പ്രഷർ റെഡ്യൂസിംഗ് വാൽവ്, പ്രഷർ റെഗുലേറ്റർ, കൗണ്ടർ ബാലൻസിംഗ്, സീക്വൻസിംഗ് എന്നിവയാണ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രോ ന്യൂമാറ്റിക്സ്, basic electric devices, push button switches, limit switches, pressure switches, temperature switches, solenoids, relay, symbols for hydraulic components എന്നിവയാണ്. ആദ്യമായിട്ട് ഇലക്ട്രോ ന്യൂമാറ്റിക് കൺട്രോൾ ഉൾപ്പെടുന്നത് ഇലക്ട്രിക് കൺട്രോൾ സിസ്റ്റങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ന്യൂമാറ്റിക് പവർ സിസ്റ്റമാണ്. ഇതിൽ സോളിനോയിഡ് വാൽവുകൾ ഇലക്ട്രിക്കലിലും ന്യൂമാറ്റിക് സിസ്റ്റത്തിനിടയിൽ പരസ്പരാഭിമുഖമായി ഉപയോഗിക്കുന്ന സ്വിച്ചുകളായ ഉപകരണങ്ങൾ പ്രതികരിക്കുന്ന ഭാഗങ്ങളായിട്ട് ഉപയോഗിക്കുന്നു. ഇലക്ട്രോ ന്യൂമാറ്റിക്കുകളിൽ സിഗ്നൽ മീഡിയമായി ഒന്നുകിൽ AC അല്ലെങ്കിൽ DC സോഴ്സ് ഉപയോഗിക്കുന്നു. വർക്കിംഗ് മീഡിയം കംപ്രസ്ഡ് എയർ ആണ്. ഓപ്പറേറ്റിംഗ് വോൾട്ടേജുകൾ ഏകദേശം 12 വോൾട്ട് മുതൽ 220 വോൾട്ട് വരെ ഉപയോഗിക്കുന്നു. ഫൈനൽ കൺട്രോൾ വാൽവ് ആക്ച്വേറ്റ് ചെയ്യുന്നത് സോളിനോയിഡ് ആക്ച്വേഷൻ വഴിയാണ്. ഇലക്ട്രോ ന്യൂമാറ്റിക് കൺട്രോളുകളിൽ പ്രധാനമായി 3 ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പുകൾ ഉൾപ്പെടുന്നു: സിഗ്നൽ ഇൻപുട്ട് ഡിവൈസസ്, സിഗ്നൽ പ്രോസസ്സിംഗ്, സിഗ്നൽ ഔട്ട്പുട്ട് എന്നിവയാണ്. സിഗ്നൽ ഇൻപുട്ട് ഡിവൈസസ്: സിഗ്നൽ ജനറേഷൻ, അതായത് സ്വിച്ചുകൾ, കോണ്ടാക്ടർ, പലതരം കോണ്ടാക്റ്റും സാമീപ്യ അല്ലെങ്കിൽ സ്പർശ സെൻസറുകൾ. സിഗ്നൽ പ്രോസസ്സിംഗ്: റിലേയുടെയും കോണ്ടാക്ടറുകളുടെയും കോമ്പിനേഷനായിട്ട് ഉള്ള ഉപയോഗം അല്ലെങ്കിൽ പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളുകൾ. സിഗ്നൽ ഔട്ട്പുട്ട്സ്: പ്രോസസ്സിങ്ങിന് ശേഷം ലഭിക്കുന്ന ഔട്ട്പുട്ടുകൾ സോളിനോയിഡുകൾ, ഇൻഡിക്കേറ്ററുകൾ അല്ലെങ്കിൽ ഓഡിബിൾ അലാറങ്ങൾ എന്നിവയുടെ ആക്ടിവേഷന് വേണ്ടി ഉപയോഗിക്കുന്നു. ബേസിക് ഇലക്ട്രിക്കൽ ഡിവൈസുകൾ സാധാരണയായി ഫ്ലൂയിഡ് പവർ സിസ്റ്റങ്ങളുടെ കൺട്രോളിന് ഉപയോഗിക്കുന്നത് ഇവയാണ്: മാനുവലി ആക്ച്വേറ്റഡ് പുഷ് ബട്ടൺ സ്വിച്ചസ്, ലിമിറ്റ് സ്വിച്ചസ്, പ്രഷർ സ്വിച്ചസ്, സോളിനോയിഡ്സ്, റിലേയ്സ്, ടെമ്പറേച്ചർ സ്വിച്ചസ്. പുഷ് ബട്ടൺ സ്വിച്ചസ്: ഒരു പുഷ് ബട്ടൺ ഒരു ഇലക്ട്രിക്കൽ കൺട്രോൾ സർക്യൂട്ടിനെ ഓപ്പൺ ചെയ്യാനോ ക്ലോസ് ചെയ്യാനോ ഉപയോഗിക്കുന്ന ഒരു സ്വിച്ചാണ്. ഇവ പ്രാഥമികമായിട്ട് ഉപയോഗിക്കുന്നത് മെഷീൻ്റെ ഓപ്പറേഷനെ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും വേണ്ടിയാണ്. ഇവയിൽ അപകടസന്ധി പ്രകടമാകുമ്പോൾ മാനുവലായിട്ടുള്ള ഓപ്പറേഷൻ മറികടക്കാനുള്ള സംവിധാനമുണ്ട്. പുഷ് ബട്ടൺ സ്വിച്ചുകൾ ആക്ച്വേറ്ററിനെ ഹൗസിങ്ങിനുള്ളിലേക്ക് പുഷ് ചെയ്ത് ആക്ച്വേറ്റ് ചെയ്യുന്നു. ഇത് കോണ്ടാക്റ്റുകളെ ഓപ്പൺ ചെയ്യാനോ ക്ലോസ് ചെയ്യാനോ കാരണമാകുന്നു. പുഷ് ബട്ടണുകൾ 2 തരമുണ്ട്: മൊമെൻ്ററി പുഷ് ബട്ടൺ ആൻഡ് മെയിൻറ്റെയിൻഡ് കോണ്ടാക്റ്റ് ഓർ ഡിറ്റൻറ്റ് പുഷ് ബട്ടൺ. മൊമെൻ്ററി പുഷ് ബട്ടണുകൾ റിലീസ്ഡ് ആകുമ്പോൾ അവയുടെ അൺആക്ച്വേറ്റഡ് പൊസിഷനിലേക്ക് റിട്ടേൺ ആകുന്നു. മെയിൻറ്റെയിൻഡ് അല്ലെങ്കിൽ മെക്കാനിക്കലി ലാച്ച്ഡ് പുഷ് ബട്ടണുകൾക്ക് സെലക്റ്റഡ് പൊസിഷനിലേക്ക് ഹോൾഡ് ആകാൻ ഒരു ലാച്ചിങ് മെക്കാനിസം ഉണ്ട്. പുഷ് ബട്ടണുകളുടെ കോണ്ടാക്റ്റ് അവയുടെ ഫംഗ്ഷൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുന്നു: നോർമലി ഓപ്പൺ ടൈപ്പ് NO, നോർമലി ക്ലോസ്ഡ് ടൈപ്പ് NC, ചേഞ്ച് ഓവർ ടൈപ്പ് CO. പലതരം പുഷ് ബട്ടണുകളുടെ ക്രോസ് സെക്ഷൻ നോർമൽ പൊസിഷനിലും ആക്ച്വേറ്റഡ് പൊസിഷനിലും കൂടാതെ അവയുടെ സിമ്പലുകളും ചിത്രം 1 കൊടുത്തിരിക്കുന്നു. NO ടൈപ്പിൽ കോണ്ടാക്റ്റുകൾ നോർമൽ പൊസിഷനിൽ ഓപ്പണായി അവയിൽ കൂടിയുള്ള എനർജി ഫ്ലോ തടയുന്നു. പക്ഷേ ആക്ച്വേറ്റഡ് പൊസിഷനിൽ കോണ്ടാക്റ്റുകൾ ക്ലോസ്ഡായി
അവയിൽ കൂടിയുള്ള എനർജി ഫ്ലോ അനുവദിക്കുന്നു. NC ടൈപ്പിൽ കോണ്ടാക്റ്റുകൾ നോർമൽ പൊസിഷനിൽ ക്ലോസായി അവയിൽ കൂടിയുള്ള എനർജി ഫ്ലോ അനുവദിക്കുന്നു. എന്നാൽ ആക്ച്വേറ്റഡ് പൊസിഷനിൽ കോണ്ടാക്റ്റുകൾ ഓപ്പണായി അവയിൽ കൂടിയുള്ള എനർജി ഫ്ലോ തടയുന്നു. ഒരു ചേഞ്ച് ഓവർ കോണ്ടാക്റ്റ് NO കോണ്ടാക്റ്റിൻ്റെയും NC കോണ്ടാക്റ്റിൻ്റെയും കോമ്പിനേഷനാണ്. പേജ് 104 ടേബിൾ നോക്കുക. ടൈപ്സ് ഓഫ് ഡിവൈസസ്, ടെർമിനൽ നമ്പേഴ്സ്, പുഷ് ബട്ടൺ ആൻഡ് റിലേസ്, നോർമലി ക്ലോസ്ഡ് കോണ്ടാക്ട്സ് 1 and 2, നോർമലി ഓപ്പൺ കോണ്ടാക്ട്സ് 3 and 4. അടുത്തത് ലിമിറ്റ് സ്വിച്ചസ്. ഏതെങ്കിലും സ്വിച്ച് ഒരു ഫ്ലൂയിഡ് പവർ കമ്പോണൻറ്റിൻ്റെ പൊസിഷൻ സാധാരണ ഒരു പിസ്റ്റൺ റോഡ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് മോട്ടോർ ഷാഫ്റ്റ് അല്ലെങ്കിൽ ലോഡിൻ്റെ പൊസിഷൻ മൂലം ആക്ച്വേറ്റ് ചെയ്യുന്നതിന് ലിമിറ്റ് സ്വിച്ച് എന്ന് പറയുന്നു. ലിമിറ്റ് സ്വിച്ചിൻ്റെ ആക്ച്വേഷൻ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ഉണ്ടാകുന്നത് ഒരു യോജിച്ച സിസ്റ്റം റെസ്പോൺസിന് കാരണമാകുന്നു. ലിമിറ്റ് സ്വിച്ചുകൾ പുഷ് ബട്ടൺ സ്വിച്ചുകളുടെ അതേ ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നു. പുഷ് ബട്ടൺ സ്വിച്ചുകൾ മാനുവലായിട്ട് ആക്ച്വേറ്റ് ചെയ്യുന്നു. നേരെ മറിച്ച് ലിമിറ്റ് സ്വിച്ചുകൾ മെക്കാനിക്കലായിട്ട് ആക്ച്വേറ്റ് ചെയ്യും. കോണ്ടാക്റ്റുകളുടെ ആക്ച്വേഷൻ രീതിയെ ആശ്രയിച്ച് ലിമിറ്റ് സ്വിച്ചുകൾക്ക് 2 തരം ക്ലാസിഫിക്കേഷനുകൾ ഉണ്ട്: ലിവർ ആക്ച്വേറ്റഡ് കോണ്ടാക്ട്സ് ആൻഡ് സ്പ്രിംഗ് ലോഡഡ് കോണ്ടാക്ട്സ്. ലിവർ ടൈപ്പ് ലിമിറ്റ് സ്വിച്ചുകളിൽ കോണ്ടാക്റ്റുകൾ സാവധാനം ഓപ്പറേറ്റ് ചെയ്യുന്നു. സ്പ്രിംഗ് ടൈപ്പ് ലിമിറ്റ് സ്വിച്ചുകളിൽ കോണ്ടാക്റ്റുകൾ വേഗത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു. ചിത്രം 2-ൽ ഒരു ലിമിറ്റ് സ്വിച്ചിൻ്റെ ലഘുവായ ക്രോസ് സെക്ഷണൽ വ്യൂവും അതിൻ്റെ സിമ്പലും കാണിച്ചിരിക്കുന്നു. This particular circuit illustrates the electrical relationship between limit switch 1 and 2 and solenoids A and B. When the start button is momentarily pressed, relay coil 1CR becomes energized, allowing contacts 1CRA to be closed and connected. This allows the relay to hold a circuit through the stop button and contacts 1CRA. Once the contacts are closed and connected, the coil will remain energized even if the start button is released. When contacts 1CRA are closed, electrical power is distributed to the rest of the circuit. Since limit switch 1LS is held closed by the cam prior to the beginning of the cycle, current flows through this switch and activates solenoid A. Since limit switch 2LS is open prior to the beginning of the cycle, current cannot flow, and thus solenoid B remains de-energized. Solenoid A operates the hydraulic valve, which shifts to allow fluid to flow and extend the cylinder. As the cylinder extends, the cam releases limit switch 1LS, which in turn de-energizes solenoid A. However, since the valve has no spring returns, it remains in its shifted position when both solenoids are de-energized. As the cylinder continues to extend, the cam engages limit switch 2LS. When limit switch 2LS is closed, solenoid B becomes energized. Solenoid B then shifts the hydraulic valve, allowing fluid to drain from the blind end and begin to fill the rod end of the cylinder. The rod and cam begin to retract until the cam engages limit switch 1LS and the cycle starts anew.
When the stop button is pressed, the relay coil becomes de-energized and relay contacts 1 CRA open, disconnecting the circuit. This removes current from the entire circuit and de-energizes both solenoids. അടുത്തത് പ്രഷർ സ്വിച്ചസ്. ഒരു പ്രഷർ സ്വിച്ച് ഒരു ന്യൂമാറ്റിക് ഇലക്ട്രിക് സിഗ്നൽ കൺവെർട്ടറാണ്. പ്രഷർ സ്വിച്ചുകൾ ഒരു പ്രഷറിലുള്ള ചേഞ്ച് സെൻസ് ചെയ്യാൻ ഉപയോഗിക്കുകയും ഒരു മുൻകൂട്ടി നിശ്ചയിച്ച പ്രഷറിൽ എത്തുമ്പോൾ ഒരു ഇലക്ട്രിക്കൽ സ്വിച്ച് ഓപ്പൺ ആകുകയോ ക്ലോസ് ആകുകയോ ചെയ്യുന്നു. ബെല്ലോയോ ഡയഫ്രമോ പ്രഷറിൻ്റെ ചേഞ്ച് സെൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ബെല്ലോകൾ അല്ലെങ്കിൽ ഡയഫ്രം ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്തോ കോൺട്രാക്റ്റ് ചെയ്തോ പ്രഷറിനെ കൂട്ടാനോ കുറയ്ക്കാനോ റെസ്പോൺസ് ചെയ്യുന്നു. ചിത്രം 3 കാണുന്നത് ഒരു ഡയഫ്രം ടൈപ്പ് പ്രഷർ സ്വിച്ചാണ്. ഇൻലെറ്റിൽ പ്രഷർ അപ്ലൈ ചെയ്ത് പ്രീസെറ്റ് പ്രഷറിൽ എത്തുമ്പോൾ ഡയഫ്രം എക്സ്പാൻഡ് ചെയ്യുകയും സ്പ്രിംഗ് ലോഡഡ് പ്ലഞ്ചറിനെ പുഷ് ചെയ്ത് കോണ്ടാക്റ്റ് ഉണ്ടാക്കുകയോ ബ്രേക്ക് ചെയ്യുകയോ ചെയ്യുന്നു. അടുത്തത് ടെമ്പറേച്ചർ സ്വിച്ച്. ടെമ്പറേച്ചർ സ്വിച്ചുകൾ ഒരു ടെമ്പറേച്ചറിലുള്ള ചേഞ്ച് ഓട്ടോമാറ്റിക്കായിട്ട് സെൻസ് ചെയ്ത് ഒരു മുൻകൂട്ടി നിശ്ചയിച്ച ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ ഒരു ഇലക്ട്രിക്കൽ സ്വിച്ച് ഓപ്പൺ ആകുകയോ ക്ലോസ് ചെയ്യുകയോ ചെയ്യുന്നു. ഈ സ്വിച്ച് ഒന്നുകിൽ നോർമലി ഓപ്പൺ ആയിട്ടോ അല്ലെങ്കിൽ നോർമലി ക്ലോസ്ഡ് ആയിട്ടോ വയർ ചെയ്യാൻ കഴിയുന്നു. ടെമ്പറേച്ചർ സ്വിച്ചുകൾ ഒരു ഫ്ലൂയിഡ് പവർ സിസ്റ്റത്തിനെ സീരിയസ് ഡാമേജിൽ നിന്ന് ഒരു കമ്പോണൻ്റ്, അതായത് ഒരു പമ്പോ സ്ട്രെയിനറോ കൂളറോ തൃപ്തികരമായി പ്രവർത്തിക്കാതിരിക്കാൻ തുടങ്ങുകയോ ചെയ്യുമ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇത് ഉപയോഗിക്കും. അടുത്ത സോളിനോയിഡ്സ്. ഒരു ഇലക്ട്രോന്യൂമാറ്റിക് കൺട്രോളിലെ 2 പാർട്ടുകൾക്കിടയിൽ പരസ്പരാഭിമുഖമായി ഇലക്ട്രിക്കലി ആക്ച്വേറ്റഡ് ഡയറക്ഷൻ കൺട്രോൾ വാൽവുകൾ നിലകൊള്ളുന്നു. ഇലക്ട്രിക്കലി ആക്ച്വേറ്റഡ് ഡയറക്ഷൻ കൺട്രോൾ വാൽവുകളിൽ ഏറ്റവും പ്രധാനമായ ടാസ്കുകൾ ഉൾപ്പെടുന്നത് സ്വിച്ചിങ് സപ്ലൈ എയർ ഓൺ ഓർ ഓഫ്, എക്സ്റ്റൻഷൻ ആൻഡ് റിട്രാക്ഷൻ ഓഫ് സിലിണ്ടർ ഡ്രൈവ്സ്. ഇലക്ട്രിക്കലി ആക്ച്വേറ്റഡ് ഡയറക്ഷൻ കൺട്രോൾ വാൽവുകൾ സോളിനോയിഡിൻ്റെ സഹായത്തോടുകൂടി സ്വിച്ചിടാകും. ഒരു സോളിനോയിഡ് റിലേയിലെ ഒരു കോയിൽ പോലെയാണ്. ഇത് എനർജൈസ്ഡ് ആകുമ്പോൾ ഒരു സാധാരണ വാൽവിൻ്റെ ഹാൻഡ് ലിവർ തിരിയുന്നത് പോലെ വാൽവിനെ സ്വിച്ച് ഓൺ ആക്കും. ഇവ 2 ഗ്രൂപ്പുകളായിട്ട് വിഭജിച്ചിരിക്കുന്നു. സ്പ്രിംഗ് റിട്ടേൺ വാൽവുകൾ അല്ലെങ്കിൽ സിംഗിൾ സോളിനോയിഡ് വാൽവ്. സോളിനോയിഡിൽ കൂടി നിലവിൽ ഒഴുകുന്നത് ആക്ച്വേറ്റഡ് പൊസിഷനിലാകുന്നതുവരെ മാത്രം നിലകൊള്ളുന്നു. ചിത്രം 4 നോക്കുക. ഡബിൾ സോളിനോയിഡ് വാൽവുകൾ സോളിനോയിഡിൽ കൂടി നിലവിലുള്ള ഫ്ലോ ഇല്ലാതാകുമ്പോൾ പോലും ലാസ്റ്റ് സ്വിച്ച്ഡ് പൊസിഷനിൽ നിലനിൽക്കുന്നു. ചിത്രം 5 നോക്കുക. ഇനിഷ്യൽ പൊസിഷനിൽ ഒരു ഇലക്ട്രിക്കലി ആക്ച്വേറ്റഡ് ഡയറക്ഷൻ കൺട്രോൾ വാൽവുകളിലെ എല്ലാ സോളിനോയിഡുകളും ഡീ എനർജൈസ്ഡ് ആയി സോളിനോയിഡുകൾ ഇൻആക്റ്റീവ് ആകുന്നു. ഒരു ഡബിൾ വാൽവിന് വ്യക്തമായ ഇനിഷ്യൽ പൊസിഷൻ ഇല്ലാത്തതിനാൽ ഇതിന് ഒരു റിട്ടേൺ സ്പ്രിംഗ് ഇല്ല. സോളിനോയിഡുകൾക്ക് വേണ്ട സാധ്യമായ വോൾട്ടേജ് ലെവലുകൾ 12 വോൾട്ട് DC, 12 വോൾട്ട് AC, 12 വോൾട്ട് 50-60 ഹെർട്സ്, 24 വോൾട്ട് 50-60 ഹെർട്സ്, 110-120 വോൾട്ട് 50-60 ഹെർട്സ്, 220-230 വോൾട്ട് 50-60 ഹെർട്സ് എന്നിവയാണ്. അടുത്തത് 3/2 വേ സിംഗിൾ സോളിനോയിഡ് വാൽവ്. സ്പ്രിംഗ് റെക്റ്റേഴ്സ്. 3/2 വേ സിംഗിൾ സോളിനോയിഡ് വാൽവ് നോർമൽ പൊസിഷനിലും ആക്ച്വേറ്റഡ് പൊസിഷനിലുമുള്ള ക്രോസ് സെക്ഷണൽ വ്യൂ ചിത്രം 6 കാണിച്ചിരിക്കുന്നു. നോർമൽ പൊസിഷനിൽ പോർട്ട് 1 ബ്ലോക്ക് ആകുകയും പോർട്ട് 2 ബാക്ക് സ്ലോട്ട് വഴി
പോർട്ട് 3യുമായി കണക്ട് ചെയ്തിരിക്കുന്നു. കോയിലിലേക്ക് റേറ്റഡ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ആർമേച്ചറിനെ കോയിലിൻ്റെ സെൻറ്ററിലേക്ക് വലിക്കുകയും ഈ പ്രോസസ്സിൽ ആർമേച്ചർ വാൽവ് സീറ്റിൽ നിന്ന് ഉയരുന്നു. ഇപ്പോൾ കംപ്രസ്ഡ് എയർ പോർട്ട് 1ൽ നിന്ന് പോർട്ട് 2ലേക്ക് ഫ്ലോ ചെയ്യുകയും പോർട്ട് 3 ബ്ലോക്ക് ആകുകയും ചെയ്യുന്നു. കോയിലിലെ വോൾട്ടേജ് നീക്കം ചെയ്യുമ്പോൾ വാൽവ് നോർമൽ പൊസിഷനിലേക്ക് റിട്ടേൺ ആവുന്നു. Solenoid valves control the flow of fluids, air, gases, and other media. These two-way and three-way operating electromechanical valves are used in a wide range of applications, from water and soda dispensers to heavy-duty hydraulic machinery. Solenoid valves have a number of standard components: inlet and outlet ports, an orifice, an electric coil to create a magnetic field, magnetic stop, plunger and guide, seals, spring. Two-way valves have an inlet and outlet port and a single orifice, while three-way valves feature 3 port connections and 2 valve orifices to control flow. Solenoid solutions offer both two-way and three-way operating valves in normally open and normally closed configurations. In two-way, normally closed electric solenoid valves, the pressure flow from one port to the other is blocked until the power is turned on and the valve becomes energized. Powering on then allows the media to flow freely through the valve. Alternatively, in two-way, normally open valves, pressure flows from one port to the other when the power is off and the valve is de-energized. Turn the power on and flow ceases. A three-way solenoid valve has 3 pipe connections and 2 orifices, one of which is always open, allowing for 2 paths of flow. There are 4 common types of three-way solenoid valves: three-way normally closed, three-way normally open, three-way directional control, and three-way multi-purpose. Solenoid solutions offer sub-miniature, miniature, high-capacity, and low-wattage or low-power solenoid valves. Whether it's two-way or three-way valves, Solenoid Solutions delivers valves that ensure optimal flow and direction while providing long-term performance. We supply the solutions that more manufacturers depend on, from medical and dental, energy and gas appliance, to